Hi viewers, welcome to SP Grandes. This is Chef Rajesh. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ചൊരു സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം തണുപ്പ് മാറി ചൂടിലോട്ട് പോകുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസ്, സാലഡ്സ് ഇതിലോട്ടായിരിക്കും നമ്മുടെ കൂടുതൽ കോൺസെപ്റ്റ് വേണ്ടത്. നമ്മുടെ ഒരു ഡയറ്റ് നമ്മൾ റെഡിയാക്കാൻ പറ്റും. ഇതിനു വേണ്ടി അങ്ങനെ ഒരു ഡിഷാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിഷിൻ്റെ പേര് ടീസര പഞ്ച്. അതായത് 3 ഫ്രൂട്ട് ജ്യൂസുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടീസര പഞ്ച് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. ഇത് 3 കൂടി മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇതൊരു ഈക്വൽ അനുപാതത്തിൽ നമ്മൾ എടുക്കുക. ഇപ്പോൾ 3 ജ്യൂസായി. കുറച്ച് ഷുഗർ സിറപ്പ്, ലൈം ജ്യൂസ്, മിൻറ്റ് ലീവ്സ്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുപോലെ നമ്മൾ കുറച്ച് സോഡ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യൂസ് സെപ്പറേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി നമുക്കൊരു അട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ പൈനാപ്പിൾ ജ്യൂസ്, അതുപോലെ ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. നമ്മൾ 3 ജ്യൂസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷുഗർ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് 1 കിലോ ഷുഗറിന് 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചൊരു തിക്ക് സിറപ്പിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ലൈം ജ്യൂസ്. അപ്പം എല്ലാവർക്കും ഈ ഫ്രൂട്ട് പഞ്ച് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും അല്ലാതെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒന്ന് കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കായിട്ടാണ് നമ്മളിത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സാധാരണ ഫ്രൂട്ട് പഞ്ചിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കുറച്ച് ചോപ്പ് ചെയ്തിടും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഫുൾ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള മിക്സിയിൽ ഇതായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിലെടുത്തിരിക്കുന്ന ഒരു 3 ഫ്ലേവേഴ്സായിട്ടുള്ള ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടി നമുക്ക് ബനാന അതിൻ്റെ ഒരു കോമ്പിനേഷൻ ലെവലിലുള്ളത് നമുക്ക് എടുത്തിരുന്നാലും നന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെന്തും വയ്ക്കുമ്പോഴും നമ്മുടെ ഫ്രൂട്ട്സും ഇതൊക്കെ കാണും. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്ഷനും അതുപോലെ നമുക്കൊരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോപ്ഡ് മിൻറ്റ് ലീവ്സ്, പുതിനയില. അപ്പോൾ നമ്മുടെ ജ്യൂസ് അല്ലെങ്കിൽ പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ജ്യൂസ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുക. നമ്മൾ 3 ജ്യൂസും ലൈം ജ്യൂസ്, ഷുഗർ സിറപ്പ്, മിൻറ്റ് ഇത് ചേർത്തിട്ടുള്ള നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ കുറച്ച് പ്ലെയിൻ സോഡ ആഡ് ചെയ്യണം. അപ്പോൾ ആ സോഡ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഷുഗർ സിറപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇനി കുറച്ച് പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, കുറച്ചുകൂടി ഗ്രേപ്പ്, ചോപ്ഡ് മിൻറ്റ് ലീവ്സ്, അതുപോലെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചൊരു ഗാർണിഷ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സെറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൊരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് ബൈറ്റ് ചെയ്ത് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ നമുക്ക് നന്നായിരിക്കും. അതുപോലെ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കും. അതിനാണ് ഞാൻ ഇതിനകത്ത് ഓറഞ്ചും പൈനാപ്പിളും കുറച്ച് വലുതായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ടീസര പഞ്ച് റെഡി ആയിട്ടുണ്ട്. SP ഗ്രാൻഡേസ് സ്പെഷ്യൽ ഡിഷായ ടീസര പഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഏവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാമല്ലോ, ഇനി വരാൻ പോകുന്നത് ചൂട് അല്ലെങ്കിൽ ക്ലൈമറ്റ് വേരിയേഷൻസ് ആണ്. തീർച്ചയായും നമ്മൾ കുറച്ച് ജ്യൂസ് കഴിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. സോ എൻജോയ് ദ കുക്കിംഗ്.